ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വാസലിൻ കൊണ്ടുള്ള കുറച്ച് പ്രയോജനങ്ങളുമായിട്ടാണ്. അപ്പോൾ വാസലിൻ നമ്മൾ കാലിലൊക്കെ തേക്കാനും അങ്ങനെയൊക്കെയല്ലേ ഉപയോഗിക്കാറുള്ളൂ, അല്ലാതെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പം തീപ്പെട്ടിയൊക്കെ എടുക്കുന്ന സമയത്ത് തീപ്പെട്ടിയൊന്നും പെട്ടെന്നെടുത്ത് നമ്മളിങ്ങനെ ഉരയ്ക്കുമ്പം കത്താറില്ലല്ലോ. അപ്പം അത് അങ്ങനെ വരുമ്പോഴത്തേക്കും ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വാസലിൻ എടുക്കണം. വാസലിൻ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് വാസലിൻ എടുത്തിട്ട് നമ്മൾ ഈ കാന്തം ഉണ്ടല്ലോ തീപ്പെട്ടിയുടെ, ഈ കാന്തത്തിലോട്ട് ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമ്മൾ ഒന്ന് ഉരച്ച് കൊടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. നന്നായിട്ട് പെട്ടെന്ന് തന്നെ കത്തും. അപ്പോൾ എല്ലാവരും ഈ വാസലിൻ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ മുടിയിലൊക്കെ പിള്ളേർ രാവിലെ സ്കൂളിൽ പോകാനോ ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ കൊതുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെയൊക്കെ മുടിയിലൊക്കെ ഒന്ന് ഉടക്ക് കെട്ടാറില്ലേ. നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഉടക്ക് കെട്ടെന്നൊക്കെയാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉടക്ക് കെട്ടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ ആ മുടി കുരുങ്ങി വരത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എളുപ്പം ഈ ഉടക്കൊക്കെ ഒന്ന് മാറ്റി ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. നമ്മൾ ഇതുപോലെ വാസലിൻ കുറച്ച് എടുക്കണം. എടുത്ത ശേഷം മുടിയിലോട്ട് ഒന്നിങ്ങനെ ഒന്ന് തടവി കൊടുക്കണം. എവിടെയാണ് ആ ഒരു കെട്ട് വീണ് കിടക്കുന്നത് അവിടെ ഒന്നിങ്ങനെ തടവി കൊടുക്കണം. തടവി കൊടുത്ത ശേഷം ഇതേപോലെ ഒന്ന് കോതി നോക്കും. കണ്ട, ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മുടിയൊക്കെ കോതിയെടുക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. കമ്മലൊക്കെ ഇടുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒന്ന് ഉണങ്ങി പിടിച്ചതുപോലെയൊക്കെ ഒന്ന് ഡ്രൈനെസ് വരാറില്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതുപോലെ വാസലിൻ ഒന്ന് ആ കമ്മലിൻ്റെയൊക്കെ ചുറ്റും ഈ ചെവിയുടെ ഇവിടെയൊക്കെ ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറും. അതുപോലെ തന്നെ ഇപ്പോൾ ഇതേപോലെ സെക്കൻഡൊക്കെ കുത്തുമ്പോഴത്തേക്കും ആണിയൊന്നും പെട്ടെന്ന് കയറത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതേപോലെ തന്നെ ആ വാസലിന് ഇപ്പോൾ ആണിയൊന്ന് ഊരിയെടുത്തിട്ട് ഇതേപോലെ വാസലിൻ തേച്ച് കൊടുത്തിട്ടാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ എത്ര കയറാത്ത കമ്മലാണെങ്കിലും ഈസി ആയിട്ട് ആണി നമുക്ക് കയറ്റി ഇടാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ലെതറിന്റെ പേഴ്സും അതേപോലെ തന്നെ ഇതുപോലത്തെ ബാഗുകളൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇത് കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ഇതൊക്കെ ഒരു പഴയതുപോലെ ഒന്നും ആവാറില്ലേ. അപ്പോൾ അതൊന്ന് പുത്തൻ പോലെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ വാസലിൻ ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഷൈനിങ് കിട്ടും. ബാഗൊക്കെ ആ ഒരു പഴയതാണ് എന്നൊരു തോന്നലൊന്നും വരത്തില്ല. കാരണം കണ്ട ഇപ്പോൾ തേച്ചപ്പോൾ കണ്ട നല്ലൊരു ഷൈനിങ് കണ്ട. അതേപോലെ തന്നെയാണ് നമ്മളെ ഈ ബാഗിലാണെങ്കിലും ഇതുപോലെ നിങ്ങൾ ഒരു പഞ്ഞിയോ അല്ലെങ്കിൽ കൈവച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഡോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ വീടിൻ്റെ കീ വന്നിട്ട് നമ്മൾ പെട്ടെന്ന് തിരിക്കുന്ന സമയത്ത് തിരിയത്തില്ല. അപ്പോൾ അതൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ വാസലിൻ തന്നെ നമ്മൾ ഇവിടെ നമ്മൾ ആ തിരിക്കിൻ്റെ അവിടെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ അങ്ങനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കൂ. കറക്റ്റായിട്ട് വാതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും, സ്റ്റക്കായിട്ട് ഇരിക്കത്തില്ല. അപ്പം ഇതുപോലെ തന്നെയാണ് നിങ്ങൾ വാതിലിൻ്റെ ആ ഒരു വിജാഗിരി എന്നൊക്കെ പറയില്ലേ, അവിടവും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ഈ വാസലിൻ കൊണ്ട് ഇങ്ങനെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് വാസലിൻ തടവി കൊടുത്താൽ മതി. ഗ്യാസിന്റെ ഈ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഈ സ്റ്റാൻഡൊക്കെ പെട്ടെന്ന് തുരുമ്പ് പിടിച്ച് പോകാറില്ലേ. അപ്പൊ ഇങ്ങനെ തുരുമ്പ് പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതിനും നമ്മൾ വാസലിൻ ഉണ്ടെങ്കിൽ വാസലിൻ എടുത്ത് ഈ ഒരു ഭാഗത്തോട്ടൊക്കെ പ്രത്യേകിച്ച് ഇവിടെ കേട്ടോ, ഇവിടെ ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും തുരുമ്പ് പിടിക്കത്തില്ല. ഈ 4 കോർണേഴ്സിനും ഇതേപോലെ തന്നെ തേച്ച് കൊടുത്താൽ മതി. പെട്ടെന്നൊന്നും തുരുമ്പ് പിടിക്കത്തില്ല. നമുക്കിത് മാറ്റി കാശ് കളയേണ്ട ആവശ്യവും ഇല്ല. നമ്മുടെ ഗ്യാസിന്റെ ഈ ഒരു നോബിന്റെ ഈ വശമൊക്കെ നന്നായിട്ട് അഴുക്ക് പിടിക്കത്തില്ലേ. ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നതിനുള്ളത്. അപ്പൊ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോക്കണേ. ഒരു പാരസിറ്റമോൾ ടാബ്ലറ്റിന്റെ കവർ വെച്ചിട്ടുള്ളതാണ്. കൂടാതെ ഇത് വേറൊരു ടിപ്പാണ്. അപ്പൊ ഇവിടെ ഒക്കെ ഒന്ന് അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് ഉറഞ്ഞിരിക്കുന്ന അഴുക്കുകളാണ്. അപ്പൊ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വാസലിൻ ഇതേപോലെ ബഡ്സിലൊന്ന് തേച്ചിട്ട് ഒന്ന് തടവി കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു അഴുക്കൊക്കെ നമുക്ക് വാക്സ് പോലെ ഇരിക്കും കേട്ടോ. ഇവിടത്തേക്ക് ഒരു അഴുക്കുകൾ ഒന്ന് നന്നായിട്ട് ക്ലീൻ ആയി വരുന്നതാ കണ്ടായിരുന്നു.
ഇത് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ ഈ അഴുക്കൊക്കെ നല്ല വൃത്തിയെ ഈ ബഡ്സിൽ തന്നെ ഇങ്ങ് പോരും. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ. അതുപോലെ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.